സീറ്റ് വിഭജനത്തിൽ UDF-ൽ ധാരണയായിരിക്കുന്നു. കോൺഗ്രസ് 16 സീറ്റുകളിലും മുസ്ലിം ലീഗ് 2 സീറ്റുകളിലും മത്സരിക്കും, 2 മാത്രം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും RSPക്കും ഓരോ സീറ്റ് വീതം നൽകും. വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരുന്ന UDF ഏകോപന സമിതിയിൽ അന്തിമ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാവും എന്നാണ് നമ്മൾ കരുതുന്നത്. ആർ റോഷിപ്പാൽ ചേരുന്നു. ആർ റോഷിപ്പാൽ, കോട്ടയത്ത് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ UDF-ന്റെ ഏകോപന സമിതി യോഗത്തിന് ശേഷം സീറ്റ് വിഭജനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമോ? അരുൺകുമാർ, ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് UDF ഏകോപന സമിതി നിശ്ചയിച്ചത്. പക്ഷേ നിയമസഭാ സമ്മേളനം വൈകുകയാണെങ്കിൽ അതിനനുസരിച്ച് യോഗവും വൈകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തീകരിച്ചു. വളരെ നേരത്തെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായും RSPയുമായുള്ള ചർച്ചകൾ പൂർത്തീകരിക്കുകയും കോട്ടയം ജോസഫ് വിഭാഗത്തിനും RSPക്ക് കൊല്ലവും നൽകാനുള്ള തീരുമാനമെടുത്തു. പക്ഷേ മുസ്ലിം ലീഗ് 3-ാം സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിന്നോടെ ചർച്ചകൾ വഴിമുട്ടുകയായിരുന്നു. 3-ാം സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നുണ്ട്. ലീഗ് നേതൃത്വവുമായി വീണ്ടും അനുനയ ചർച്ചകൾ കോൺഗ്രസ് നേതാക്കൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് വഴങ്ങും എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണുള്ളത്. ഏതായാലും ഇന്ന് വൈകിട്ട് ചേർന്ന UDF യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളിലേക്കും കടക്കാൻ തന്നെയാണ് UDF ഘടകകക്ഷികളുടെ തീരുമാനം. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒപ്പം RSP അടക്കം അവർ സ്ഥാനാർത്ഥി നിർണ്ണയം ഏതാണ്ട് പൂർത്തീകരിച്ചു എന്ന സൂചനകളാണുള്ളത്. അങ്ങനെയെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വരും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാനെ ചുമതലപ്പെടുത്തുകയായിരുന്നു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ. ഒപ്പം RSP സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യം വ്യക്തമായതാണ്. അത് നേരത്തെ യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ്. അത് പ്രഖ്യാപിക്കുക മാത്രമേ വേണ്ടുകയുള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പിന് UDF സജ്ജമാകുന്നു. UDF-ഉം തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്ന അതിൻ്റെ പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ തുടക്കമാണ്. ഇന്നത്തെ യോഗത്തോടുകൂടി ഏതാണ്ട് ചർച്ചകളൊക്കെ പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു തുടങ്ങും. ഏറ്റവും നിർണായകമാണ് യോഗം. ഈ രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കാര്യം അത് ഹൈക്കമാൻഡിനെ കോൺഗ്രസ് അറിയിച്ചിരിക്കുകയാണ്. തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്ന നിലപാട് കോൺഗ്രസ് സംസ്ഥാന ഘടകം സ്വീകരിക്കുന്നു. ലീഗ് 3-ാം സീറ്റ് വേണ്ട എന്ന വിവരങ്ങൾ നൽകുന്നത്. UDF-ന്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാകും. ഇന്ന് UDF ഏകോപന സമിതിയുടെ തീരുമാനം വൈകുന്നേരത്തോടു കൂടി എത്തും. സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും UDF-ൽ ഇപ്പോൾ ഇല്ല. മുസ്ലിം ലീഗ് ഉന്നയിച്ച 3-ാമത്തെ സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് അവർ പിന്മാറുകയാണ്. ഇപ്പോൾ 2 സീറ്റാണ് മുസ്ലിം ലീഗിന് ലഭിക്കുക. ഒരെണ്ണം ലഭിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും ഒരെണ്ണം RSPക്കും. ബാക്കി 16 ഇടങ്ങളിലും കോൺഗ്രസ് തന്നെയായിരിക്കും മത്സരിക്കുക.